നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. പാകിസ്ഥാൻ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു എന്നതിന് ഇതിനുമപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? അജ്ഞാതന്റെ വെടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന ലഷ്കർ ഇ തോയ്ബ ഭീകരൻ അമീർ ഹംസയ്ക്ക് സുരക്ഷയൊരുക്കിയത് മറ്റാരുമല്ല, പാക് സൈന്യമാണ്. അപ്പോൾ തന്നെ പാകിസ്ഥാന് തീവ്രവാദികളോടുള്ള മമത വ്യക്തമാകുന്നുണ്ടല്ലോ. ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ശവസംസ്കാരം പോലും നടത്തിയത് പാക് സേനയുടെ സാന്നിധ്യത്തിലായിരുന്നു. അപ്പോൾ രാജ്യത്ത് ഭീകരതയെ വളർത്തുന്നതിൽ പാക് സർക്കാരിന്റെ പങ്ക് പറയാതിരിക്കാൻ ആകില്ല എന്നതാണ് സത്യം. ഭീകരരെ സംരക്ഷിക്കില്ല എന്ന് ആവർത്തിച്ച് അവകാശവാദം ഉന്നയിക്കുന്ന പാകിസ്ഥാൻ കൊടും ഭീകരൻ ഹാഫിസ് സയ്യിദിന് സംരക്ഷണം നൽകുകയും വസതിക്ക് പുറത്ത് സുരക്ഷ വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തത്. ലഷ്കർ ഭീകരൻ അബു സൈഫുള്ളയെ പാകിസ്ഥാനിൽ വെച്ച് അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തി 3 ദിവസത്തിന് ശേഷമാണിത്. വീടിനുള്ളിൽ വെച്ച് അമീർ ഹംസയ്ക്ക് വെടിയേൽക്കുകയായിരുന്നു. ഐക്യരാഷ്ട്രസഭ ഭീകരരായി പ്രഖ്യാപിച്ച ലഷ്കർ ഭീകര സംഘടനയിലെ ഹാഫിസ് സയ്യിദുമായും അബ്ദുൾ റഹ്മാൻ മക്കിയുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. തടവിലായ ഭീകരരുടെ മോചനത്തിനായുള്ള ഫണ്ട് ശേഖരണം, റിക്രൂട്ട്മെന്റ്, ഭീകരാക്രമണങ്ങൾക്ക് ഗൂഢാലോചന തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വെടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന അമീർ ഹംസ. ലഷ്കർ സംഘടനയിൽ നിന്നും മാറി ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജെയ്ഷ് ഇ മൻഹാഫ് എന്ന പേരിൽ മറ്റൊരു ഭീകരവാദ ഗ്രൂപ്പും ഇയാൾ തുടങ്ങിയിരുന്നു. പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയ അമീർ ഹംസ വീണ്ടും ലഷ്കർ ഭീകരരുമായി ചേർന്ന് പ്രവർത്തിച്ചു. ലാഹോറിനടുത്തുള്ള മുരിദ്കയിലെ ഭീകര ക്യാമ്പിൽ ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3 പേരുടെ ശവസംസ്കാര പ്രാർത്ഥനകൾക്ക് ലഷ്കർ ഇ തോയ്ബ ഭീകരനായ ഹാഫിസ് അബ്ദുൾ റൌഫ് നേതൃത്വം നൽകിയത്. സിവിൽ ഉദ്യോഗസ്ഥരും ഹാഫിസ് സയ്യിദ് സ്ഥാപിച്ച നിരോധിത ജമാത്ത് ഉദ് ദവ അംഗങ്ങളും സംസ്കാരത്തിന് എത്തിയിരുന്നു. ശവസംസ്കാര ചടങ്ങുകൾക്ക് നിമിഷങ്ങൾക്കു ശേഷം പാകിസ്ഥാൻ പതാക പൊതിഞ്ഞ ഭീകരരുടെ ശവപ്പെട്ടികൾ മുർഗയിൽ നിന്നും വഹിക്കുന്ന പാകിസ്ഥാൻ സൈനികരുടെ വീഡിയോയും പുറത്തെത്തിയിരുന്നു. കൊല്ലപ്പെട്ട ഭീകരരുടെ ശവപ്പെട്ടികൾക്ക് പിന്നിൽ യൂണിഫോം ധരിച്ച പാകിസ്ഥാൻ സൈന്യവും പോലീസും പ്രാർത്ഥിക്കുന്ന ഒരു ഫോട്ടോയും ഉയർത്തിപ്പിടിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി ചോദ്യങ്ങളും ഉന്നയിച്ചിരുന്നു. പാകിസ്ഥാൻ പതാകകൾ കൊണ്ട് ശവപ്പെട്ടിയിൽ പൊതിഞ്ഞും സംസ്ഥാന ബഹുമതികൾ നൽകിക്കൊണ്ടും തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയത് വിചിത്രമാണ്. 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിലുള്ള കൃത്യതയുള്ള ആക്രമണങ്ങൾ ഇന്ത്യ നടത്തിയത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.